സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ വീണ്ടും ഒരിക്കൽ കൂടി കാലിക്കറ്റ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 13 റൗണ്ട് 5. കാലിക്കറ്റ് FC നേരിടുന്നു തിരുവനന്തപുരം കൊമ്പൻസ് FC. കിക്ക് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് തിരുവനന്തപുരം കൊമ്പൻസ്. ഇടത്ത് നിന്ന് വലത്തേക്കാണ് തിരുവനന്തപുരം കൊമ്പൻസ് മഞ്ഞ ജേഴ്സിയിൽ. ആൻഡ് വലത്ത് നിന്നും ഇടത്തേക്ക് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ബ്ലൂ ആൻഡ് ഗ്രീൻ ഷോട്ട്സിൽ കാലിക്കറ്റ് FC. 3 തവണയെങ്കിലും നഷ്ടപ്പെട്ട പന്താണ്. രണ്ടുപേർക്കും ഒരു പന്ത് കിട്ടിയാൽ അതിനെ ക്ഷമയോടുകൂടി ആ പന്തിനെ കൈകാര്യം ചെയ്യാനുള്ള അശ്രദ്ധ. കൗണ്ടർ അറ്റാക്ക് വേഗത്തിൽ നടത്താനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ശരിക്കും ഇതൊക്കെ സംഭവിച്ചത്. ഏതായാലും പാട്രിക് മോട്ടയുടെ ഫ്രീ കിക്ക്. ഓ, ബ്രില്യന്റ് ഫ്രീ കിക്ക്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇതേപോലെ ഒരു ഫ്രീ കിക്കാണ് ഫോർസ കൊച്ചിയുടെ ഗോൾ കീപ്പർ മുർഷിദിനെതിരെ തൃശൂർ മാജിക് കളിയുടെ ഏതാണ്ട് ഇതേ സമയത്ത്. ഫസ്റ്റ് കോർണർ ഫോർ കാലിക്കറ്റ് ഇൻ ദ 12th minute. പ്രശാന്തിന്റെ കോർണർ. അന്നത്തെ പോലെ തന്നെ ലോ കോർണർ ചാൻസ്. ഇതേപോലെ തന്നെയാണ് ലോ കോർണർ ഫസ്റ്റ് പോസ്റ്റിലേക്ക് വരുന്നു. അത് ആര് ക്ലിയർ ചെയ്താലും സെക്കൻഡ് ബോൾ അടിക്കാൻ കാലിക്കറ്റിന്റെ ഒരു കുപ്പായക്കാരൻ അവിടെ സന്നിഹിതനായിരുന്നു. ആൻഡ് വൺസ് അഗൈൻ ബാക്ക് ടു ബാക്ക് കോർണർ. പ്രശാന്തിന്റെ ബാക്ക് ടു ബാക്ക് സെക്കൻഡ് കോർണർ. പ്രശാന്തിന്റെ കോർണർ വീണ്ടും കാലിക്കറ്റിന് ഗോൾ സമ്മാനിക്കുന്നു. ആ കോർണർ വരുന്നതിന് മുൻപ് സൂചിപ്പിച്ചു, കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെയാണോ ക്യാപ്റ്റൻ പ്രശാന്തിന്റെ കോർണറിൽ നിന്നും കാലിക്കറ്റ് മുന്നിലെത്തിയതെങ്കിൽ അതിന് സമാനമായി ബാക്ക് ടു ബാക്ക് ഗെയിംസ്, ബാക്ക് ടു ബാക്ക് ഗോൾസ് ഫ്രം സെറ്റ് പീസസ്. പ്രശാന്ത് solo move. പ്രശാന്ത് ഒന്നുകിൽ പ്രശാന്തിന് ഈസി ആയിട്ട് അത് ഫിനിഷ് ചെയ്യാമായിരുന്നു. ഇവിടെയാണ് അച്ഛൽ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അച്ഛൽ താമരശ്ശേരി വരണ്ടേ. സച്ചു സിബി നല്ലൊരു ഓവർലാപ്പിംഗ്. സച്ചു സ്ക്വയർ പാസ് നടുവിൽ അർജുന് കൈമാറുന്നു. അർജുൻ നല്ലൊരു പാസ് ബാക്കിൽ ഫെദറിക്കോ ബുവാസോ. ഇത്ര മനോഹരമായ ഒരു ടീം ഗെയിം കളിച്ച കാലിക്കറ്റിന് വളരെ മനോഹരമായ ഒരു ടീം ഗോൾ നേടാനുള്ള സുവർണാവസരം നഷ്ടപ്പെടുത്തി കളയുകയാണ്. നല്ലൊരു വൺ ടച്ച് പാസ്. പ്രശാന്ത് ബോക്സിനകത്ത് പ്രശാന്ത് അനാവശ്യമായ ഒരു ഡൈവ് എന്ന് ഞാൻ പറയും. അനാവശ്യമായ ഡൈവ്. ആ ഡൈവിന് പോകാതെ ആ പന്തിലേക്ക് തന്നെ ഫോളോ ചെയ്ത് ആ പന്ത് പ്രശാന്തിന് കിട്ടിയ ബോളാണത്. പ്രശാന്ത് വിത്ത് ദ ബോൾ. Prashant cutting inside. Prashant! This was brilliant, Prashant. Amazing. Brilliant. Amazing step over. Brilliant. ഇങ്ങനെ ഈ പ്രശാന്തിനെ വേണം കാലിക്കറ്റിന്. വീണ്ടും ഒരു പ്രശാന്ത് കോർണർ. ഔട്ട് സ്വിംഗ് കോർണർ. Brilliant. എന്തുകൊണ്ടാണ് പ്രശാന്ത് ആ റൈറ്റ് കോർണറിൽ പോയി ഔട്ട് സ്വിംഗ് കോർണർ എടുത്തതെന്ന് ഇപ്പൊ മനസ്സിലായി. പക്ഷേ ഇന്നത്തെ ആ ഗോൾ വഴങ്ങിയപ്പോൾ ആയിരുന്നു അദ്ദേഹത്തിന്. ആര്യന്റെ ഒരു കുഴപ്പമല്ല, ആര്യന്റെ ഒരു കൊട്ടക്കൊണ്ടൊന്നുമല്ല. അത് അങ്ങനെ സിറ്റുവേഷൻ ആണ്, ക്ലോസ് റേഞ്ച് ആണ്. സോ ഇടവേള വിസിൽ മുഴങ്ങുകയാണ്. ഹാഫ് ടൈം ഇൻ ദ കോർപ്പറേഷൻ സ്റ്റേഡിയം ഇൻ കാലിക്കറ്റ്. ഇറ്റ് ഈസ് കാലിക്കറ്റ് FC 1 തിരുവനന്തപുരം കൊമ്പൻസ് 1. രണ്ടാം പകുതിക്ക് തുടക്കമാവുകയാണ്. DD മലയാളത്തിലേക്കും sports.com-ലേക്കും ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. ഗോൾകീപ്പർ ആര്യൻ. നല്ല ചാൻസ് ആണ്, കാരണം ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷൻ ആണ്. Where is that Calicut defense? സൈഡ് അസർ ഡേഞ്ചർ. നല്ലൊരു ക്രോസ്, പക്ഷെ കുറച്ചുകൂടി പവർ വേണ്ടിയിരുന്നു. കറക്റ്റ് ചാനലിലാണ് ആ പന്ത് വരുന്നത്. ഗോൾ കീപ്പർ വീണാലും ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടി തെറിക്കണം. അത്രയും പവർ ആ ക്രോസിന് വേണം. യെസ്, നേരത്തെ ആ റീപ്ലേ വന്നപ്പോൾ ഒരു കാലിക്കറ്റ് ഡിഫൻസിൻ്റെ ആ ഷേപ്പ് നമ്മൾ കണ്ടിരുന്നു. അതിന് തൊട്ട് മുന്നേ ഇതേപോലെ ഒറ്റയ്ക്കുള്ള റിച്ചാർഡ് ഹുസൈനെ നമ്മൾ കണ്ടിരുന്നു. സോ ഇതല്ല കാലിക്കറ്റ് FC. പ്രശാന്ത് ഒരു ഫുൾ വോളി അടിക്കാൻ ശ്രമിക്കുകയാണ്. ഇടത്തു നിന്നും വരുന്നൊരു ഓവർ ഹെഡ് ലോങ് ബോളാണ്. അത് നിലത്ത് കൊത്തും മുമ്പ് തന്നെ ഒരു സൈഡ് വൈസ് ഒരു ഫുൾ വോളിക്കാണ് പ്രശാന്ത് ട്രൈ ചെയ്യുന്നത്. പക്ഷേ നിയന്ത്രണം തെറ്റിയ പന്ത് വെളിയിലേക്ക് യാത്രയാകുന്നു.
രണ്ടാം പകുതിയിലെ ആദ്യ പ്രശാന്ത് കോർണറാണ്. അജ്സൽ, ഇതിൽ കൂടുതൽ എങ്ങനെയാണ് അജ്സലിന് മുമ്പിൽ ഒരു ഗോൾ പോസ്റ്റ് കയ്യും പിരിച്ച് നിൽക്കുക? ഗോളി ഇല്ല, ഗോളി പോയി. ബുവാസോയുടെ ഫസ്റ്റ് പോസ്റ്റിലേക്ക് വന്ന കോർണറാണ്. അതിൽ അജയ് അലക്സ് ആണ് ഒരു ബാക്ക് ഹെഡർ നൽകാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം ഇവിടെ റിച്ചാർഡ് ഒസയാണെന്ന് തോന്നുന്നു, ഒരു ഡേഞ്ചറസ് പ്ലെയർ റിച്ചാർഡ് ഒസയുടെ. അതിലൊരു തിരുവനന്തപുരം കൊമ്പൻസ് താരം പരിക്കേറ്റ് മൈതാനത്ത് വീണ് കിടക്കുകയാണ്. റോഹൻ സിംഗ് ആണ്, ഐ തിങ്ക് ഇറ്റ്സ് റോഹൻ സിംഗ്. Prashant now, Prashant into the box, Prashant still Prashant, brilliant dribbling, Prashant. ഇത്തവണ കഴിഞ്ഞ തുടർച്ചയായ രണ്ടാം തവണയാണ് പ്രശാന്തിന് വൈ നോട്ട് ഐ ഫിനിഷ് എന്നുള്ള മട്ടിൽ ഞാൻ തന്നെ ഇത് വളരെ കൃത്യമായ ആറ്റിറ്റ്യൂഡായിരുന്നു. കൊമ്പന്റെ മുന്നേറ്റമാണ്. now outside the box, കുറച്ചുകൂടി ആ പാസ് ഒന്ന് പിടിച്ച് ഒന്ന് വെയിറ്റ് കുറച്ച് നൽകാൻ ഒരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ. ഓഫ് സൈഡ് വിളിച്ചു വന്നത് ശരി തന്നെ. പ്രശാന്ത് ആ ടച്ച്, സ്വീറ്റ് ലിറ്റിൽ സോഫ്റ്റ് ടച്ച് എടുത്തിട്ട് വേണം തിരിയാൻ. ഇനി ഓഫ് സൈഡ് വിളിക്കുന്നു ഇപ്പോഴും. ബോക്സിനകത്ത് ബുവാസോ ഇത്തവണ സാധാരണ ഫസ്റ്റ് ടൈം ഷോട്ട് അടിക്കുന്ന ആളെ ഇത്തവണ കൺട്രോൾ ചെയ്ത് ഡ്രിബിൾ ചെയ്ത് അടിക്കുന്നു. അപ്പോഴും പക്ഷേ ബ്ലോക്കിൽ തട്ടി മടങ്ങാനാണ് വിധി. ബുവാസോ വളരെ കൃത്യമായി സുന്ദരമായി അത് നിയന്ത്രിക്കുന്നു. അതിനുശേഷം ഡിഫൻഡറെ മറികടക്കുന്നു. അണ്ടക്കി ബുവാസോ. രണ്ടാം തവണയാണ് ഗോൾ കീപ്പർ. നേരത്തെ അവിടെ ഇദ്ദേഹം വീണ കോർണർ നമ്മൾ കണ്ടില്ലേ ബുവാസോയുമായിട്ട്. വലയിൽ പന്തെത്തിക്കാൻ കൊമ്പൻ പരാജയപ്പെടുന്നു. കാലിക്കറ്റിന്റെ മുന്നേറ്റം. പ്രശാന്ത് ഇടതു ഭാഗത്ത്, പ്രശാന്തിലേക്കൊരു വളരെ സാവധാനം. പ്രശാന്ത് അത് ക്രോസ് ചെയ്യുന്നതിന് പകരം അവസാനത്തെ ആ മിനിറ്റ് സ്പെൻഡ് ചെയ്യാനായി. ഇതിനിടയിൽ ഇഞ്ചുറി ടൈം 9 മിനിറ്റ് ആക്കി ചുരുക്കിയിരുന്നു 11 എന്നുള്ളത്. അത് 9 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ 99-ാം മിനിറ്റിൽ ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. So full time here in the Corporation Stadium. It is Calicut FC 1, Thiruvananthapuram Kombans 0. This is Shaiju Damodaran and Binish Kiran for you.